ഒരു രാജ്യം പാകിസ്ഥാൻ എന്ന പേരിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ്. ആ രാജ്യത്തേക്ക് ഇന്ത്യ രാജ്യത്തുനിന്ന് കുറെ മുസ്ലിമീങ്ങൾ പോയിട്ടുണ്ട് എന്നതും ശരിയാണ്. ആ നാട്ടിൽ നിന്ന് കുറെ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എന്നതും ശരിയാണ്. ഒരു കാര്യം ഞാൻ ഇവിടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിമീങ്ങളോട് ഇടക്കിടക്ക് പാകിസ്ഥാനിൽ പോകണം എന്ന് പറയുന്നവരോട് ഒരു കാര്യം പറയാനുണ്ട്. പാകിസ്ഥാനിൽ ഇങ്ങോട്ട് വന്നവരോട് പോകാൻ പറയല്ലേ വേണ്ടത്, അല്ലാതെ ഈ നാട്ടുകാരോട് പാകിസ്ഥാനിലേക്ക് പോകാനാണോ പറയേണ്ടത്? പാകിസ്ഥാനിൽ വന്നവരുടെ ഒരു കണക്കെടുത്തു നോക്കിയാൽ ഇപ്പോഴും ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ മുതുമുത്തച്ഛന്മാരായി മരിക്കാതെ ഇപ്പൊ ജീവിക്കുന്ന പല മുൻ മന്ത്രിമാരടക്കം പാകിസ്ഥാനിലേക്ക് പോവുകയോ നാട് കടത്തുകയോ ചെയ്യപ്പെടേണ്ടവരായി ഉണ്ട് എന്നത് വസ്തുത. ഞാൻ പറഞ്ഞത് അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ ക്ഷയിപ്പിക്കാൻ ഒരു പാകിസ്ഥാൻ ഉണ്ടായി എങ്കിൽ നമ്മൾ ഒരിക്കലും ആ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല. ഈ വലിയ സദസ്സിനെ മുൻനിർത്തി സാക്ഷിയാക്കി ഞാൻ ഒരു കാര്യം ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികളോട് പറയുകയാണ്. പുൽവാമയുടെ പേരിൽ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി പഹൽഗാമിന്റെ പേരിലെങ്കിലും ഈ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ സിവിലിയൻ സർവീസ് ആവശ്യമാണ് എന്ന് ഗവൺമെന്റ് ഉത്തരവിടുന്ന സാഹചര്യത്തിൽ, അഥവാ സാധാരണക്കാരായ പൊതുജനങ്ങളും കൂടി പാകിസ്ഥാനെതിരെ ഒരു യുദ്ധത്തിന് തയ്യാറാകണം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ആ യുദ്ധത്തിൽ മുന്നിൽ തന്നെ നിൽക്കും എന്ന് പറയാൻ കൂടി ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും തീവ്രവാദത്തിനോ അല്ലെങ്കിൽ ഭീകരവാദത്തിനോ അതുമല്ലെങ്കിൽ വിഘടനവാദത്തിനോ അല്ലെങ്കിൽ ഉഗ്രവാദത്തിനോ ഈ തരം വാദങ്ങൾക്കൊന്നും നമ്മൾ ഒരു കാലത്തും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല, ഒരു ശരിയായ മുസ്ലിമിന് അത്തരം വാദങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുമില്ല. ഞാൻ പറഞ്ഞതിന്റെ ഭാഗം തന്നെ തുടരട്ടെ. പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും കോടാനുകോടി ജനങ്ങൾ അവര് പാകിസ്ഥാനിലേക്ക് പോകാതെ ഞങ്ങൾ ജനിച്ച ഇന്ത്യ എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ മണ്ണിൽ തന്നെ ഞങ്ങൾ ജീവിക്കണമെന്നും മരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ കൂട്ടാക്കാതെ ഈ നാട്ടിൽ ജീവിച്ചവരാണ് ഇവിടത്തെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ. അവരൊരിക്കലും പാകിസ്ഥാനിൽ പോകേണ്ടവരല്ല. പ്രിയപ്പെട്ടവരെ, അവർ ഇവിടെ തന്നെ നിൽക്കുന്ന മറ്റാരെ പോലെയുമുള്ള തുല്യ അവകാശവും തുല്യ അവസരവും ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും, ഞാൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രം പറയുന്നില്ല, ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും എല്ലാം ഉള്ളവരാണ് മുസ്ലിമീങ്ങൾ എന്ന് ഞാൻ ഒന്നുകൂടി പ്രത്യേകം തന്നെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രീതിയിൽ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള ഫ്രീഡം ഫൈറ്റിങ്ങിൽ, സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാം വളരെ ശക്തിയായ സേവനം ചെയ്തതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ BR അംബേദ്കറും നെഹ്റുജിയും അടക്കമുള്ളവർ ഈ രാജ്യത്തെ ഭരണഘടനയിൽ ആദ്യം 14 നമ്പർ അഥവാ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 14 എഴുതി വെച്ചു. ആ ആർട്ടിക്കിൾ 14 പ്രകാരം ഈ രാജ്യത്തെ എല്ലാവരും സമമാണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ അപ്പുറം 15ഉം 16ഉം 17ഉമായി യാതൊരു വിവിധ വകതിരിവും ഈ രാജ്യത്തെ പൗരന്മാർക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ലിംഗത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ ജന്മസ്ഥലത്തിന്റെയോ പേരിലുള്ള, നോക്കണം, ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ അല്ലെങ്കിൽ ലിംഗത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ ജന്മസ്ഥലത്തിന്റെയോ പേരിൽ യാതൊരു ഡിസ്ക്രിമിനേഷനും പാടില്ല എന്ന് എഴുതി വച്ച ഉത്തമമായൊരു ഭരണഘടന യൂറോപ്പിൽ നമുക്ക് കാണാൻ പറ്റില്ല, അമേരിക്കയിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഒരു മതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണെങ്കിൽ ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഈ രാജ്യത്തിന് നൂറ്റാണ്ടുകളായി വലിയ സേവനം ചെയ്ത മുസ്ലിമീങ്ങൾ അടക്കമുള്ള എല്ലാ മതക്കാരും, അതുപോലെ തന്നെ
ഇവിടെ മറ്റൊക്കെ ഏതൊക്കെ ജാതി വ്യവസ്ഥയുണ്ടോ ആ ജാതി വ്യവസ്ഥയിൽ ഏറ്റവും താഴെ കിടക്കുന്ന ശൂദ്രനാണെങ്കിലും ഏറ്റവും മേലെയുള്ള ബ്രാഹ്മണനാണെങ്കിലും എല്ലാവർക്കും തുല്യാവകാശം നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടന ആ രീതിയിൽ നമ്മുടെ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയുടെ ഉപജ്ഞാതാക്കൾ ആ രീതിയിൽ എഴുതി വെച്ചത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള വലിയ തത്വമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാമാ ഇക്ബാൽ പറയുകയുണ്ടായി, യൂനാനോ മിസ്രോ റോമ സബ് മിट गए जहां से अब तक मगर है बाकी नामो निशान हमारा मजहब नहीं सिखाता आपस में बैर रखना हिंदी है हम हिंदी है हम हिंदी है हम वतन हिंदुस्तान हमारा. ഇത് ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുമെന്നോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞയക്കാൻ പറ്റുമെന്നോ ആരെങ്കിലും സ്വപ്നം കാണുന്നെങ്കിൽ അതൊരിക്കലും നടക്കുകയില്ല. ഞങ്ങൾ ഈ മണ്ണിന്റെ മക്കളാണ്. ഇവിടെ ജനിച്ചതുപോലെ ഇവിടെ ജീവിക്കുകയും ഇവിടെ മരിക്കുകയും ചെയ്യും. ഞങ്ങളെക്കാൾ ഒരു കൂടിയ അവകാശം മറ്റാർക്കെങ്കിലും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ ഉണ്ട് എന്ന വാദം ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് ഭരണം നടത്തിയിരുന്ന എല്ലാവരും എല്ലാ ജാതിക്കാരുടെയും എല്ലാ മതക്കാരുടെയും അവകാശങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് നിയമമുണ്ടാക്കിയത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15, 16, 17 മാത്രമല്ല, ആർട്ടിക്കിൾ 25 വരുമ്പോൾ അതാ ഫ്രീഡം ഓഫ് ഫെയ്ത്തും അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് റിലീജിയനും എല്ലാം അടങ്ങുന്ന രീതിയിൽ ഈ രാജ്യത്ത് എല്ലാ മതക്കാർക്കും മതം ഇല്ലാത്തവർക്കും ഈശ്വരൻ ഉണ്ട് എന്ന് വാദിക്കുന്നവർക്കും ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവർക്കുമൊക്കെ ഒരേ രീതിയിൽ സ്വാതന്ത്ര്യം നൽകുന്ന ആർട്ടിക്കിൾ 25 എങ്കിൽ ആർട്ടിക്കിൾ 26 ആർട്ടിക്കിൾ 29 ഒക്കെ വായിക്കുമ്പോൾ ആർട്ടിക്കിൾ 26 29 എല്ലാം ഒന്ന് വായിച്ചു നോക്കൂ. ഈ വ്യത്യസ്ത ജാതിക്കാർക്കും മതക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കുമൊക്കെ അവരുടേതായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ സ്വത്ത് സമ്പാദിക്കാൻ, ആ സ്വത്ത് കൈകാര്യം ചെയ്യാൻ, ആ സ്വത്ത് മറ്റാർക്കെങ്കിലും കൊടുക്കാൻ ഇതിനൊക്കെ അവകാശമുണ്ട് എന്നാണ് നമ്മുടെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭരണഘടനയുടെ 3-ാം ഭാഗം അഥവാ നമ്മുടെ മൗലികാവകാശങ്ങളിൽ പറയുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ കാണിക്കുന്ന പുതിയ വഖഫ് അമെൻമെന്റ് ആക്ട് 2025 എന്ന് പറയുന്ന നിയമം ഈ മുസ്ലിമീങ്ങൾക്കുള്ള മൗലികാവകാശം ഹനിക്കുന്നതാണ്. ഭരണഘടനാ വിരുദ്ധമാണ്. കോടതിയുടെ മുന്നിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജസ്റ്റിസ് ഖന്ന 13-ാം തീയതി അദ്ദേഹത്തിന്റെ കാലാവധി തീരുന്നത് ആയതിനാൽ അദ്ദേഹം ഇന്നലേക്ക് പോസ്റ്റ് ചെയ്തിരുന്നു എങ്കിലും അദ്ദേഹം ഇന്നലെ സുപ്രീം കോടതിയിൽ കൂടിയ വക്കീലന്മാരോട് അദ്ദേഹം ഉള്ളു തുറന്ന് പറഞ്ഞു, ഞാൻ ഈ കേസ് കേട്ടാൽ പോലും എനിക്കിതിൽ ഒരു ഇന്ററിം ഓർഡർ പോലും പറയാൻ കഴിയില്ല. കാരണം അത്ര വിശാലമായ വിഷയങ്ങളാണ് എന്റെ മുന്നിലെത്തിയിരിക്കുന്നത്. 13-ാം തീയതി കാലാവധി തീരുന്ന ഞാൻ അല്പം എന്തെങ്കിലും കേട്ട് വിധി പറഞ്ഞാൽ ശരിയാവുകയില്ല. അതുകൊണ്ട് തന്നെ അടുത്ത് ആ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി വരുന്ന മാന്യ ജഡ്ജിയും അതുപോലെ അദ്ദേഹം രൂപീകരിക്കുന്ന ബെഞ്ചും 15-ാം തീയതി മുതൽ ഈ കേസ് കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് കേസ് മെയ് 15-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്.